ഹായ് ഫ്രണ്ട്സ്, സാബിന അലാദിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു മലയാള സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ഫീൽ ഗുഡ് എൻ്റർടൈൻമെൻറ്റ് ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. ഭരതനാട്യം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈജു കുറുപ്പ് ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ഒരു സിനിമയാണ്. സൈജു കുറുപ്പ്, കലാരഞ്ജിനി, സായ്കുമാർ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം ഈ സിനിമയുടെ പ്ലോട്ട് കാര്യങ്ങളൊന്നും ഞാൻ പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പ്ലോട്ട് പറഞ്ഞാൽ പോയി നമ്മുടെ ബാലേട്ടൻ സിനിമ കണ്ടിട്ടില്ല. നമ്മുടെ ലാലേട്ടൻ നെടുമുടി വേണുവൊക്കെ മത്സരിച്ച് അഭിനയിച്ച സിനിമയായിരുന്നു ബാലേട്ടൻ എന്ന് പറഞ്ഞ സിനിമ. അതിൻ്റെ ഒരു ഫൺ വേർഷൻ, ഒരു മിറർ സൈഡ്, ഒരു ഫൺ വേർഷൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ളൊരു സംഭവമായിരുന്നു ഈ സിനിമയുടെ പ്ലോട്ട് എന്നുള്ളത്. രസകരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കൊച്ചു ചിത്രം ആ ഒരു രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ പിന്നെന്താ പറയുക, കുഴപ്പമില്ലാത്തൊരു ഫീല് നമുക്ക് ക്ലൈമാക്സോട് കൂടി കിട്ടുന്നുള്ളതാണ്. പിന്നെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ടിൻസ് കഥാപാത്രമുണ്ട്. നല്ല അടിപൊളി, അവരുടെ ആ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ കുറേ സ്ഥലത്ത് തപ്പി നോക്കി, പക്ഷെ എവിടെയും കണ്ടില്ല. പക്ഷെ ഒരു സ്ഥലത്ത് കണ്ടു, ജിവിൻ, അതുപോലെ തന്നെ ജിവിനും ജിനിലും, ഇങ്ങനെയാണ് പേര് ഒരു കമൻറ്റിൽ കണ്ടു. അപ്പോൾ ഇതിന് ഞാൻ തോന്നുന്നു പേരുള്ളത് ആരാന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കാം. നന്നായിരുന്നു കേട്ടോ. അവർ ടിൻസ് തന്നെയാണ് തോന്നുന്നു. വേറെ VFX കാര്യങ്ങളൊന്നും ചെയ്തതല്ല, പിന്നെ ഗ്രാഫിക്സ് വർക്കുകളോ കാര്യമൊന്നുമില്ല. ടിൻസ് തന്നെയാണ് തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കും അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. നല്ല രസമുണ്ടായിരുന്നു അവരുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ. പിന്നെ സായ്കുമാറിൻ്റെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കുറേ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു കഥാപാത്രത്തെ കിട്ടി എന്നുള്ളത് നല്ലൊരു കഥാപാത്രം തന്നെയായിരുന്നു. അതുപോലെ തന്നെ കലാരഞ്ജിനി, കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കലാരഞ്ജിനിയുടെ സ്ക്രീൻ കാണുന്നത്. പെർഫോമൻസ് ഒക്കെ കൊള്ളാമായിരുന്നു. എല്ലാവരും കിട്ടിയ റോളുകളൊക്കെ മികച്ച രീതിയിലൊന്നും ആക്കിയെന്ന് പറയാൻ പറ്റില്ല. നൈസായിട്ട് തന്നെ എല്ലാവരും കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. സിനിമ ഏകദേശം 2 മണിക്കൂർ സിനിമയുടെ ദൈർഘ്യം വരുന്നുണ്ട്. ശരിക്കും പറയാൻ അത്രയൊന്നും വേണ്ട സിനിമയുടെ ദൈർഘ്യം. ഒരു 1.5 മണിക്കൂറും വേണ്ട ശരിക്കും പറയുകയാണെങ്കിൽ. ആ രീതിയിലാണ്. എന്താ വെച്ചാൽ ഫസ്റ്റ് ആദ്യത്തെ ഒരു അരമണിക്കൂറൊക്കെ വെറുതെ എന്തെങ്കിലും കോമഡി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു കോമഡി മൂവി എന്നുള്ള രീതിയിലാണ് ഞാൻ സമീപിച്ചത്. കോമഡി 1-2 കോമഡി അവിടെ ഇവിടെയൊക്കെ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. എനിക്ക് അത്രയും അങ്ങോട്ട് വലിയ കോമഡികളൊന്നും സെറ്റായിട്ടില്ല ആദ്യത്തെ ഒരു അരമണിക്കൂർ. അതിന് ശേഷമാണ് ഈ ഒരു ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നതും പിന്നെ ഉണ്ടാകുന്ന ഭരതൻ നായരുടെ നാട്യം, അതാണ് സിനിമ. ഭരതൻ നായർ ആയിട്ട് വരുന്നത് സായ്കുമാറാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് നാട്യങ്ങളാണ് സിനിമയിൽ പറയുന്നത്. വെറുതെ ഒരു വൺ ടൈം വാച്ചപ്പ്, വെറുതെ ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു സിനിമ. ഈ ക്ലൈമാക്സിലെ കുറച്ച് രംഗങ്ങളുണ്ട്, ഇമോഷൻ രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ബോറാകുമായിരുന്നു സിനിമ എന്നുള്ളതാണ്. അത്രയും നേരം കൊണ്ടുവന്നിട്ട് അവസാനം കലമുടത്തൊടച്ച് കഴിഞ്ഞാൽ ബോറല്ലേ, മോശമല്ലേ? അപ്പോൾ ആ രീതിയിൽ. പക്ഷേ സ്റ്റാർട്ടിങ് തന്നെ വലിയ രസമൊന്നുമില്ല. ഇങ്ങനെ കണ്ടിരിക്കാം, ഒരു ഓളത്തിൽ ഇങ്ങനെ കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല സിനിമയിൽ. ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ആ ഇമോഷൻ രംഗങ്ങളും ആ ഒരു സംസാരം, അവരുടെ ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ശരിക്കും അത് നല്ലൊരു ബലം കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും വെറുതെ ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് ഭരതനാട്യം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആകെ മൊത്തത്തിൽ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു നല്ലൊരു കൊച്ചു സിനിമ, ഒരു ഫാമിലി പിന്നെ ഫീൽ ഗുഡ് വിഭാഗത്തിലൊക്കെ പെടുന്ന ഒരു കൊച്ചു സിനിമ. ആ ഒരു ലെവലിൽ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ സിനിമ. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും